വെൽക്കം ടു നിഷാ സ്പൈസസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. കുമ്പളങ്ങ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഒരു ആഴ്ചയും കൂടെ പഥ്യം ബേസ് ചെയ്തുള്ള കറികളായിരിക്കും ഇടുന്നത്. കാരണം അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടും എന്നാൽ നമുക്ക് വയറൊന്നും എരിച്ചിലൊന്നും വരാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. കുമ്പളങ്ങയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കുമ്പളങ്ങയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്ന് പറയുകയാണ്, എപ്പോഴും ഈ പഥ്യം നോക്കുമ്പോഴൊക്കെ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ്. എല്ലാ കറികളിലും കുമ്പളങ്ങയുടെ അപ്പോൾ ഒത്തിരി ധാരാളം ഗുണങ്ങളുള്ള ഒരു, നമ്മൾ വണ്ണം കുറയ്ക്കാനും രാത്രി കുമ്പളങ്ങ ജ്യൂസ് ഞാൻ ഒത്തിരി നാൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രി കുമ്പളങ്ങ ജ്യൂസ് കുടിക്കല്. കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ഈസി കറി ചോറിൻ്റെ കൂടെ ഉള്ളത് എങ്ങനെയാണെന്ന് കാണാം. ഇത് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഞാനൊരു നന്നായിട്ട് കഴുകിയിട്ട് 15 മിനിറ്റോളം എന്നുവെച്ചാൽ ബാക്കി കുമ്പളങ്ങയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം അതൊക്കെ അരിയുന്ന സമയത്ത് ഒന്ന് കുതിർത്ത് വെച്ചു. ഈ പരിപ്പ് ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കണം. പാനിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ആ പരിപ്പിന്റെ ഒരു പച്ച ചുവ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പരിപ്പ് ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ചെറുതൊരു മണം ഒക്കെ വന്നു തുടങ്ങും. അപ്പോഴത്തേക്ക് അത് നല്ല ഡ്രൈ റോസ്റ്റായി ഇങ്ങനെ പെരുവര സെപ്പറേറ്റഡ് ആയിട്ട് ആ ഒരു പരിപ്പ് ആ ഒരു വറക്കുന്നൊരു മണം വന്നു തുടങ്ങും. 2 മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും ആ ഫ്ലെയിം ഓഫ് ആക്കുന്നില്ല, ആ പാൻ മാറ്റിയിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് ഈ പരിപ്പം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പ് ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഹൈയിൽ തന്നെ വെച്ചേക്കുന്നത്. തിളച്ച് തുടങ്ങി മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. ഒരുപാട് നേരം ഒന്നും വേണ്ട, ചെറിയ പരിപ്പാകുമ്പം വേഗം വെന്ത് കിട്ടും. അപ്പം ബാക്കി ഇനി കുമ്പളങ്ങയൊക്കെ ഇടുമ്പോൾ കുമ്പളങ്ങയ്ക്ക് നല്ല വേവുണ്ട്. അപ്പം 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം. അടച്ചു വെക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്ന് പരിപ്പ് വെന്തിട്ടുണ്ടല്ല ഒരു പകുതി വെന്തിട്ടുണ്ട്. പരിപ്പ് ഇങ്ങനെ വീർത്തൊക്കെ തുടങ്ങി. ഇനി ഇതിന്റെ കൂടെ ചേർക്കാൻ പോകുന്നത് കുമ്പളങ്ങ. ഇതൊരു കുമ്പളങ്ങയുടെ 1/4 ഭാഗമേ ഉള്ളൂ, ഏകദേശം ഒരു 150 ഗ്രാം എന്ന് പറയാം. 10 ചെറിയ ഉള്ളി, 10ഓ 15ഓ ചെറിയ ഉള്ളി ഇഷ്ടംപോലെ എടുക്കാം. ടൊമാറ്റോ 2 മീഡിയം സൈസ് ടൊമാറ്റോ, 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഇതിന്റെ കൂടിട്ടിന് വേവിക്കാം. കാരണം കുമ്പളങ്ങയ്ക്ക് നല്ല വേവുണ്ട്, കുറച്ചധികം സമയം എടുക്കും. അപ്പൊ പരിപ്പിന്റെ കൂടെ ഒന്ന് വെന്തോട്ടെ. ഇത് ഇനിയും എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ പ്രഷർ കുക്കറിലും വേവിക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചാലും മതി. ഞാൻ പ്രഷർ കുക്കറിൽ വേവിക്കാത്ത, ഞാൻ പറഞ്ഞല്ലോ പഥ്യം സ്പെഷ്യൽ കറികളാണ് ഈ 2 ആഴ്ചയിൽ കാണിക്കുന്നത്. അപ്പൊ പ്രഷർ കുക്കർ കുക്കിങ്ങിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി അല്ലാതെ ഓപ്പൺ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതാണ്. ആ കുമ്പളങ്ങയൊക്കെ ഒത്തിരി ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ പ്രഷർ കുക്ക് ചെയ്താൽ നഷ്ടപ്പെടും. അതിനകത്ത് തന്നെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറയാം, വെള്ളം അതിനകത്ത് തന്നെ പോകുന്ന അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചേക്കാം. എന്നാലും പ്രഷർ കുക്ക് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ഹെൽത്തി കുക്കിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലെയിമിൽ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം ഇപ്പൊ പയറും കടലയൊന്നും അങ്ങനെ പറ്റില്ല, ഇതൊക്കെ ഓപ്പൺ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. അപ്പം ഇതിന്റെ കൂടെ ഇനിയും ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പും കുറവായിരിക്കും ചേർക്കുന്നത്, ഏകദേശം ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനിയും അടച്ചു വെച്ച് ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി 15-20 മിനിറ്റ് വേണം വേവിക്കാനായിട്ട് ഓപ്പൺ ഫ്ലെയിമിൽ. കുമ്പളങ്ങ നല്ലപോലെ വെന്ത് വരണം. അല്ലെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. കുമ്പളങ്ങ ഏകദേശം വേകാറായിട്ടുണ്ട്. ഈ സമയമാകുമ്പം ഇതിന്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ തിരുമിയതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയും വെന്ത കുമ്പളങ്ങയിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. വെള്ളം പോരെന്ന് തോന്നുവാണെങ്കിൽ ഈ മിക്സിക്കകത്ത് ഇച്ചിരി വെള്ളം എടുത്തങ്ങ് ചേർക്കണം. അപ്പൊ ആവശ്യത്തിന് വെള്ളമുണ്ട്. 2-3 മിനിറ്റും കൂടെ ഇതൊന്ന് തിളക്കട്ടെ, ആ തേങ്ങയുടെ ആ ഒരു പച്ചപ്പ് മാറാനായിട്ട്. അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് അപ്പുറത്തെ സ്റ്റൗവിലൊന്ന് കടുക് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്.
പച്ചത്തിന് ഉണക്കമുളക് പാടില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉണക്കമുളക് കൂടെ ചേർത്ത് കടുക് വറുക്കാവേ. ഇനിയും ആ കടുക് വറുത്ത് കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. കുറച്ചു നേരം അടച്ചു വെച്ചിരുന്നാൽ ആ കറക്റ്റ് പരുവായി കിട്ടും. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലോട്ട് ആക്കിയാൽ മതിയേ. നല്ല കുറുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പം കുമ്പളങ്ങ വെച്ചിട്ടൊരു സിമ്പിൾ കറിയാ, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒത്തിരി സ്പൈസി ഒന്നും അല്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.